അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ സുനിൽ സാർ കൊണ്ടുവന്നു പിന്നെ ചോദ്യം ചെയ്തു. നാട്ടുകാരായ ആളുകൾ പിന്നെ തിരിച്ചറിഞ്ഞു. നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മറ്റേ രേഖാചിത്രത്തിനും ഇവനും ഒരു നല്ല ഒരു 90-99% പറഞ്ഞ മാതിരിക്ക് സാദൃശ്യം ഉണ്ടായി കണ്ടു. മറ്റുള്ള കാര്യങ്ങളൊന്നും അവൻ കൺഫസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇവൻ്റെ പേര് ചോദിച്ചപ്പോൾ ഇവൻ പറയുന്നത് എൻ്റെ പേര് ചാർലി, ഗോവിന്ദച്ചാമി അല്ല, ചാർലി, പൂക്കടത്തെരുവ്, കോയമ്പത്തൂർ എന്നുള്ള ഒരു വിലാസമാണ് അവൻ പറയുന്നത്. ഇവൻ കാര്യങ്ങളൊന്നും കൂടുതൽ കൺഫസ് ചെയ്യുന്നില്ല. നാട്ടുകാരായ സാക്ഷികൾ തിരിച്ചറിഞ്ഞത് മാത്രമേ ഉള്ളൂ. എന്നാൽ ട്രെയിനിൽ നിന്ന് ചാടിയത് ഇവനാണെന്ന് അറിയാൻ ഇനി ട്രെയിനിൽ യാത്ര ചെയ്തിരുന്ന സാക്ഷികളെ കണ്ടെത്താണ്ട് നമുക്ക്. അതിനുശേഷം ഈ പ്രതിയുമായിട്ട് നമ്മൾ ആദ്യം ഈ പാലക്കാട് പോവുകയാണ്. ഇവൻ മൊബൈൽ ഫോൺ എവിടെ കൊടുത്തു എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ മൊബൈൽ ഫോണിനെ പറ്റിയൊന്നും പറയുന്നില്ല. പാർഷ്യലി ഒരു കൺഫെഷൻ നടത്തിയാൻ, അങ്ങനെ ഇങ്ങനെയൊക്കെ അവിടെ നിന്ന് റോട്ടിൽ നിന്ന് ഒരു മൊബൈൽ ഫോൺ കിട്ടിയത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് എന്തായാലും ഇവനായിട്ട് ഇവൻ്റെ പിടിക്കപ്പെട്ട സ്ഥലങ്ങളിലും ആ പരിസരത്തും ഇവൻ്റെ ആളുകൾ ആരെങ്കിലും ഉണ്ടോ, ഇവനെങ്കിൽ എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ. അപ്പോൾ ഈ സമയത്തൊന്നും ഈ കേസ് അത്ര സെൻസേഷണലാവുകയോ ഈ കുട്ടി ഇത്രയും ഗുരുതരമാണെന്നറിയേ ഒന്നുമില്ല. അപ്പോൾ ആ നാട്ടുകാർ പറഞ്ഞ ആ ഒരു വിവരം മാത്രമേ ഉള്ളൂ. അങ്ങനെ മറ്റുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അത്ര പൂർണ്ണമായിട്ടും അറിവില്ല. അത്രയ്ക്ക് അങ്ങോട്ട് സെൻസേഷണലായി വന്നിട്ടുമില്ല. കാര്യങ്ങളുടെ നമ്മൾ അത്ര ഇതായിട്ടുമില്ല. അപ്പോൾ എന്നാലും നമ്മൾ വളരെ ക്ലിയറായിട്ട് എല്ലാ എവിഡൻസുകളും കറക്റ്റായി കളക്ട് ചെയ്ത് ക്ലിയർ ആയിട്ടുള്ളൊരു അന്വേഷണമാണ് ശശിധര സാറിൻ്റെ നേതൃത്വത്തിലാണ് നടത്തിയെന്ന് പറഞ്ഞിരുന്നു ഞങ്ങൾ. അങ്ങനെ ഈ സംഭവം ഞങ്ങൾ അറിഞ്ഞ ഉടനെ തന്നെ സീൻ ഗാർഡ് ചെയ്തിരുന്നു കേട്ടോ. സീൻ ഫുള്ളായിട്ട് പോലീസുകാരെ നിർത്തി, പഴയ പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരെ വിളിച്ച് നിർത്തി അവിടെ സീൻ ഗാർഡ് ചെയ്തു. അങ്ങനെ വേണ്ട എല്ലാ എവിഡൻസുകളും കളക്ട് ചെയ്ത് വേണ്ട പ്രിക്കോഷൻസൊക്കെ എടുത്തതിന് ശേഷമാണ് ഈ പ്രതിയെ അന്വേഷിച്ചുകൊണ്ടിരുന്നിരുന്നത്. അങ്ങനെ ഈ പ്രതിയുമായിട്ട് ഞാനും അതേപോലെ തന്നെ CSR നേതൃത്വത്തിൽ ഞാനും CSRും സാബു ആണെന്ന് തോന്നുന്നുണ്ട്, മറ്റൊരു പോലീസുകാരൻ സാബു, ഹബീബ് തുടങ്ങിയിട്ടുള്ള പോലീസുകാരെല്ലാവരും കൂടിയിട്ട് പാലക്കാട്ടേക്ക് പുറപ്പെടുകയാണ്. പാലക്കാട് ചെന്നിട്ട് കുറേ സ്ഥലങ്ങളിൽ അന്വേഷിച്ചപ്പോൾ ഇവനുമായി ബന്ധപ്പെട്ട് ഈ ബെഗേഴ്സിൻ്റെ ഒപ്പം നടന്നിരുന്ന അവിടുത്തെ പാലക്കാട്ടുകാരനായിട്ട് ഒരു ആക്രി വെറുക്കുന്ന ഒരുത്തുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോൾ അവനെ അന്വേഷിച്ച് നടന്നപ്പോൾ അവൻ പണിക്ക് പോയിരിക്കുകയാണ് സാർ, അവനെ ഇപ്പം പണി കഴിഞ്ഞിട്ടേക്കേ വരുള്ളൂ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞങ്ങളെന്നാൽ ഇവൻ പറഞ്ഞ അഡ്രസ്സ് വെരിഫൈ ചെയ്യാം, ഇവൻ ആരാണ്. ഇവനിപ്പോൾ നമുക്ക് പറയാൻ കാരണം ഒരു ഒറ്റക്കയ്യനാണല്ലോ, ഇവൻ ഈ കുറ്റകൃത്യം അങ്ങനെ ചെയ്യുമോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് ഉണ്ട്. നമുക്ക് ഈ ചാർലി എന്നുള്ള പേര് പറയുന്നു എന്നുള്ള പറഞ്ഞ കുറേ നമുക്ക് എന്ത് കാര്യങ്ങൾ കിട്ടുമ്പോഴും പൂർണ്ണമായിട്ടും വെരിഫൈ ചെയ്ത് ക്ലിയർ ആക്കിയാലേ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. അല്ലാതെ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യങ്ങളുണ്ടാവില്ലല്ലോ. ഇവനുമായി ഞങ്ങൾ നേരെ കോയമ്പത്തൂരിലേക്ക് പോവുകയാണ്. കോയമ്പത്തൂരിൽ പോയി ഇവൻ പറഞ്ഞ അഡ്രസ്സ് പൂക്കടത്തെരുവോ ഇവൻ്റെ പേരോ കാര്യങ്ങളോ അറിയിക്കാൻ ഇവൻ്റെ വീടോ കാണിച്ചു തരാൻ അവന് പറ്റുന്നില്ല. അവിടെ സാർ, ഇവിടെ സാർ, ആ ഗല്ലി കൂടെ പോയി ഈ ഗല്ലി കൂടെ കുറേ സമയങ്ങളിൽ ഞങ്ങൾ അറിഞ്ഞു ഇവന് വീട് കാണിച്ചു തരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇതെന്തോ ഫാൾസാണ്, ഇവനെന്തോ പ്രശ്നമാണ്. അങ്ങനെ അതിൻ്റെ ബേസിൽ ഞങ്ങൾ 1-2 പോലീസ് സ്റ്റേഷനിൽ അവിടെ കയറി. അപ്പോൾ അവർക്കും ഇവനെക്കുറിച്ച് യാതൊരു അറിവില്ല. ഒരു തമിഴനായതിൻ്റെ പേരിലും ബെഗറായിരിക്കും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഓരോരുത്തർ പറയുന്നത്. ഒരു പോലീസ് സ്റ്റേഷനിൽ, ഒരു റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ, കോയമ്പത്തൂർ റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ കയറിയപ്പോൾ അവിടെ റിസപ്ഷനിൽ ഇരുന്നിരുന്ന അല്ലെങ്കിൽ അവിടെ ഫ്രണ്ട് ഓഫീസിൽ ഇരുന്നിരുന്ന ഒരു വനിതാ പോലീസുണ്ട്. ആ വനിതാ പോലീസ് ഇവനെയൊക്കെ ചോദിച്ച് നോക്കിയിട്ട് എനിക്കൊരു സന്ദേഹം ഇருக்கு സാർ എന്ന് ചൊല്ലി. എന്നിട്ട് ആ വനിതാ പോലീസ് പെട്ടെന്ന് സേലം പോലീസ് സ്റ്റേഷനിലേക്ക്, റെയിൽവേ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. സാർ ഗോവിന്ദസ്വാമി ഇല്ലേ, ആ ഗോവിന്ദസ്വാമിയുടെ ഡീറ്റെയിൽസ് ഒന്ന് കിടക്കണം എന്ന് പറഞ്ഞിട്ടൊക്കെ ഫോണിൽ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഗോവിന്ദസ്വാമിയുടെ ഡീറ്റെയിൽസ് മെയിൽ ചെയ്തു ഇങ്ങോട്ട് വന്നു. അപ്പോഴാണ് ഇവൻ്റെ ഫോട്ടോ കാണുന്നത്. ഇവൻ്റെ ഫോട്ടോ കാണുന്നു, ഗോവിന്ദസ്വാമിയുടെ കേസിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ളായി വരുന്നു. നിരവധി കേസുകൾ, റോബറി കേസുകൾ, തെഫ്റ്റ് കേസുകൾ, ഓർഡിനറി തെഫ്റ്റ് കേസുകൾ, പിന്നെ അതേപോലെ തന്നെ സ്ത്രീ പീഡനം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി കേസുകളുടെ ഒരു ലിസ്റ്റും ഇവൻ്റെ ഫോട്ടോയും. കറക്റ്റ് ഗോവിന്ദസ്വാമി. ഇത് ഇവനെ കാണിച്ചു കൊടുത്തപ്പോൾ അപ്പോഴാണ് ഇവൻ പറയുന്നത് ഞാൻ സാർ ഗോവിന്ദസ്വാമിയാണ്. അപ്പോഴേക്കും നാട്ടിൽ ഈ കേസ് വളരെ സെൻസേഷണലായി മീഡിയ ഏറ്റെടുത്ത് പോലീസ് സ്റ്റേഷനിലെ പരിസരത്തൊക്കെ മൊത്തം മീഡിയയുടെ വണ്ടികളും കാര്യങ്ങളൊക്കെ നിറഞ്ഞു ഭയങ്കര സെൻസേഷണലായി. പലരും എൻ്റെ നമ്പറിലേക്ക് പല മീഡിയാസും വിളിക്കാനൊക്കെ തുടങ്ങി നാട്ടിൽ, കേരളത്തിൽ. അപ്പോൾ മേലുദ്യോഗസ്ഥന്മാരൊക്കെ ചോദിക്കുന്നത് നിങ്ങളെവിടെയാണ്, എന്താണ്, ഇപ്പോൾ പ്രതിയായിട്ട് എവിടേക്ക് പോയിരിക്കുകയാണെന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. കാരണം അത്രയും സെൻസേഷണലായി അപ്പോഴേക്കും കുട്ടിയുടെ അവസ്ഥയൊക്കെ പത്രങ്ങളിലും ചാനലുകളിലൊക്കെ വന്നപ്പോഴേ. അപ്പോഴാണ് ഞങ്ങൾ ഞെട്ടിപ്പോയത്. ഇത് ഇത്രയും വലിയൊരു ക്രിമിനലാണ്, ഇവൻ ചാർലി അല്ല ഗോവിന്ദസ്വാമിയാണ്, ഇത്രയും വലിയൊരു ക്രിമിനലാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ തമിഴ്നാട് പോലീസും അപ്പോൾ ആ സ്റ്റേഷനിലെ പോലീസ് സാർ ഇങ്ങ് തന്നിരിക്ക്, ഇങ്ങനെ തന്നോളൂ, ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം, ഇവനിവിടെ നിരവധി കേസുണ്ട്, ഇവൻ ഇനി ചെയ്യാൻ പാടില്ല, അങ്ങനെ അവനെ ഞങ്ങൾ അവസാനിപ്പിച്ചോളാം എന്നുള്ള പോലീസുകാരുടെ ഭാഷത്തിൽ അവർ തന്നെ പറഞ്ഞു. സാർ ഇവനെ ഞങ്ങൾ അവസാനിപ്പിച്ചോളാം, തന്നേക്ക്, നിങ്ങൾ കൊണ്ടുപോകണ്ട, ഞങ്ങൾ ചെയ്തോളാം, ഞങ്ങൾ ഇവനെ ഇനി ഒന്നും ചെയ്യാത്ത വിധത്തിൽ കാര്യങ്ങൾ ചെയ്തോളാം എന്നൊക്കെ പറയുന്നുണ്ട്.
അപ്പോഴും നമുക്ക് കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലായതും ഇവൻ ഇത്ര വലിയ ക്രിമിനലാണെന്നും നമ്മുടെ കേസ് അവിടെ സെൻസേഷണലായി വലിയ കുട്ടി അത്ര മൃദുപ്പായായിട്ട് കിടക്കുകയാണെന്നുള്ള അവസ്ഥ അപ്പോഴേക്കും അങ്ങനെ ആയി തുടങ്ങി. നമുക്ക് കാര്യങ്ങൾ അറിഞ്ഞു. ഞങ്ങൾ അവനുമായിട്ട് നേരെ വന്നു. അപ്പോഴേക്കും മെസ്സേജ് കൊടുത്തു. ഈ 2 സാക്ഷികളുടെ ഫോൺ നമ്പറിൽ വിളിച്ചിരുന്നു. ട്രെയിനിൽ സഞ്ചരിച്ചിരുന്ന 2 സാക്ഷികളുണ്ടല്ലോ, ഇപ്പോൾ BW4 and 40, അവരുടെ ഫോൺ നമ്പറിൽ വിളിച്ചു. അവരോട് ഷൊർണൂരിലേക്ക് വരാൻ പറഞ്ഞു. ഞങ്ങൾ കോയമ്പത്തൂരിൽ നിന്ന് തിരിച്ചു. രാത്രി വളരെ വൈകി. ഞങ്ങൾ പത്രക്കാരും ചാനലുകാരൊക്കെ അടക്കം ചേലക്കര പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ഓഫീസിൻ്റെ മുന്നിലുണ്ട്. പ്രതിയെ പിടിച്ചു എന്നൊക്കെ അറിഞ്ഞതിന് അങ്ങനെ ശേഷം ഞങ്ങൾ ചെറുതുരുത്തി അവിടെ ചെന്ന് ഈ രഹസ്യമായിട്ട് ഈ സാക്ഷികളെ വിളിച്ചു വരുത്തി ഇവനെ കാണിച്ചു. അവർ വളരെ ക്ലിയറായിട്ട് പറഞ്ഞു, സാർ ഞങ്ങൾ ട്രെയിനിൽ വെച്ച് കണ്ടതും ട്രെയിനിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കണ്ടതും ഈ സാക്ഷിയാണ്, ഈ പ്രതിയാണ്, ഇവൻ തന്നെയാണ്, എന്നോട് ഇങ്ങനെ പറഞ്ഞതൊക്കെ ഇവൻ തന്നെയാണ് എന്നുള്ള 2 സാക്ഷികളും ഐഡൻറ്റിഫൈ ചെയ്തു. അതോടുകൂടി പ്രതിയെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. അവന് വിശദമായി ചോദ്യം ചെയ്തപ്പോൾ അവൻ കാര്യങ്ങളൊക്കെ പറയുണ്ടായി. ഇത് ഇത്ര ഗൗരവമാണെന്ന് ഉള്ളതല്ല. അവൻ്റെ ഭാഷ്യം വളരെ സിമ്പിളാണ്. ഇത് അത്രയും വലിയൊരു ഇതായിട്ട് അവന് തോന്നിയില്ല. അവൻ വളരെ സാർ ഇതൊക്കെ ആരെങ്കിലും ഇങ്ങനെ കുട്ടിയെ കണ്ടിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് ഉപയോഗിച്ചിട്ട് പറഞ്ഞു, അങ്ങനെയൊക്കെ ആരെങ്കിലും ഇട്ട് പറഞ്ഞു പോകുക സാർ. പക്ഷെ വളരെ ഹാർഡാണ് അവൻ. ഇപ്പോൾ ഞാനൊരു 6 അടി ഉയരമുള്ള ഒരു പോലീസ് ഓഫീസറാണ്. എന്നെപ്പോലെ തന്നെയാണ് ഷെയ്ഖും. എന്നെക്കാട്ടിലും ഉയരമുള്ളത് 6 അടി ഉയരമുള്ളതാണ് ഷെയ്ഖ്. അതുപോലുള്ള സാബു, അങ്ങനെ സൈസുള്ള നല്ല പോലീസ് ഓഫീസർമാർ. ഞങ്ങൾ സൈസിൻ്റെ കാര്യം പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, അത്രയും ഇതായിട്ടുള്ള പോലീസ്. ഞങ്ങൾക്ക് അവൻ്റെ കൈ, ഒടിയാത്ത കൈയുണ്ടല്ലോ, അതൊന്ന് പിടിച്ച് അവനെ ബലപ്പെടുത്തി നിൽക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാണിക്കുമ്പോഴും ഞങ്ങൾ ശരിക്കും സ്ട്രെയിൻ ഉപയോഗിക്കുന്നു, നല്ല ബലം പ്രയോഗിക്കേണ്ടി വന്നു. അത്രയും ഹാർഡാണ് അവൻ അത്രയും ഹാർഡായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അവനെ അന്നത്തെ ദിവസം അറസ്റ്റ് കാണിച്ച് അവൻ്റെ ഡ്രസ്സൊക്കെ ബന്ധവസ്ഥയിലെടുത്ത് അതൊക്കെ കോടതിയിലേക്ക് പിന്നീട് എത്രയും പെട്ടെന്ന് താമസമേന അയച്ചു കൊടുത്തു. അങ്ങനെയാണ് അവൻ അറസ്റ്റ് കാണിക്കുന്നത്. അറസ്റ്റ് കാണിച്ച് അവനെ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അവനെ പൊട്ടൻസി പരിശോധനയ്ക്ക് അയക്കുകയാണ്. പൊട്ടൻസി പരിശോധനയ്ക്ക് സാധാരണ നോർമൽ റേപ്പ് മറ്റേ റേപ്പ് എന്നുള്ളതില്ല, എന്നാലും ഒരു കൺസെൻറ്റോട് കൂടിയിട്ട് ചെയ്തിട്ട് പിന്നെ റേപ്പായി വരുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിലും ഈ റേപ്പിൻ്റെ ഇവൻ്റെ ഈ പരിക്കുകളും കാര്യങ്ങളും വിശദമായി പരിശോധിക്കേണ്ടതിനാലും ഇതിൻ്റെ ഗ്രാവിറ്റിക്ക് ഇത്ര കൂടുതലുള്ളതിനാലും ഇവനെ ഞങ്ങൾ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടമൊക്കെ നടത്തുന്ന ഡോക്ടർമാരില്ലേ, ഫോറൻസിക് വിഭാഗം ഡോക്ടർമാർ, അവരുടെ മുമ്പാകെ ഹാജരാക്കി. അന്ന് ഇവനെ പരിശോധിക്കുന്നത് ഡോക്ടർ ഹിതേഷ് ശങ്കറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ടീം ഓഫ് ഡോക്ടർമാർ. അത് നമ്മുടെ പോലീസിൻ്റെ റിക്വസ്റ്റാണ്, ഒരു ടീം ഓഫ് ഡോക്ടേഴ്സ് പരിശോധിക്കണം. പോലീസ് എന്താണ് റിക്വസ്റ്റ് ചെയ്യുന്നത് അത് അങ്ങനെ ചെയ്യണം. അപ്പോൾ നമ്മൾ ടീം ഓഫ് ഡോക്ടർമാർ പരിശോധിച്ചാൽ ഓരോരുത്തർക്കും ഓരോ വ്യൂ ആയിരിക്കും. അപ്പോൾ പരിശോധനയ്ക്ക് ഒരു ഇതുണ്ടാവും. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഫോറൻസിക് വിഭാഗത്തിൻ്റെ മുന്നിൽ ഒരു പൊട്ടൻസി പരിശോധനയ്ക്ക് വേണ്ടി ഹാജരാക്കുകയാണ്. അപ്പോൾ നമ്മുടെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു ടീം ഓഫ് ഡോക്ടർമാർ പൊട്ടൻസി പരിശോധന നടത്തണം. പൊട്ടൻസി പരിശോധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേപ്പ് കേസിലും മറ്റും പ്രതിയായിട്ടുള്ള ആളുകളെ അവൻ്റെ ലൈംഗിക ക്ഷമതാ പരിശോധന നടത്തുകയാണ്. അതിന് ലൈംഗികമായിട്ടുള്ള ബന്ധപ്പെടാനുള്ള കഴിവുണ്ടോ, ഉദാഹരണശേഷിയുണ്ടോ എന്നുള്ള കാര്യങ്ങളും അതിൻ്റെ ലെങ്ത്ത്, അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടർമാർ പരിശോധിച്ച് ഇവൻ്റെ ആരോഗ്യസ്ഥിതി, ഇവൻ്റെ ശരീരപ്രകൃതി ഇതൊക്കെ പരിശോധിച്ച് അതിന് സർട്ടിഫിക്കറ്റ് തരും. സ്വാഭാവികമായിട്ടും നമ്മൾ അതിനെ ഹാജരാക്കാൻ വേണ്ടി ഡോക്ടർമാരുടെ ഒരു ടീം ഓഫ് ഡോക്ടർ പരിശോധിക്കണം എന്ന് പറഞ്ഞു കൊടുത്തു. അതിൻ്റെ പേരിൽ നമുക്ക് ഡോക്ടർ ഹിതേഷ് ശങ്കറിൻ്റെ നേതൃത്വത്തിലുള്ള ടീമാണ് പരിശോധിച്ചത്. അപ്പോൾ അവിടേക്ക് എത്തിയപ്പോൾ നമ്മൾ പോലീസിൻ്റെ പ്രസൻസ് ഉണ്ടായില്ല. നേരെ അവരെ പ്രതിനെ അങ്ങ് കൊടുത്തിട്ട് നമ്മൾ പോലീസ് പുറത്ത് നിൽക്കുക ചെയ്ത്. അപ്പോൾ ഡോക്ടർ ഇതിനെ പരിശോധിച്ചു. വിശദമായി പരിശോധിച്ചപ്പോഴാണ് ഈ നെയിൽ മാർക്കിംഗ് അവൻ്റെ ശരീരത്തിൽ കണ്ടു. നെയിൽ മാർക്ക്, കുട്ടി മാന്തിയിട്ടുള്ള നെയിൽ മാർക്കിംഗ് കണ്ടു. അവൻ്റെ മറ്റുള്ള ക്ഷമത പരിശോധിച്ചു. അപ്പോൾ അവൻ്റെ കയ്യിൻ്റെ ബലം പരിശോധിച്ചു. ഒറ്റ കയ്യനാണെങ്കിലും ആ ഒരു കയ്യിൻ്റെ ബലം, മറ്റു മുറിഞ്ഞു പോയ കയ്യിൻ്റെ ബലമൊക്കെ വിശദമായി ഡോക്ടർ അവന് ഇത്ര ഭാരം തൂക്കാൻ പറ്റും, ഇന്ന പോലെ ശക്തിയുള്ള ആളാണ് എന്നുള്ള വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ട് ഡോക്ടർ തരേണ്ടതുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഇവൻ ഡോക്ടറോട് പറഞ്ഞൊരു കൺഫെഷൻ ഉണ്ട്. അത് ഒരു എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷനായിട്ട് ട്രയൽ കോടതിയും ഹൈക്കോടതിയും കാണുകയുണ്ടായി. കാരണം ഒരു പോലീസിൻ്റെ അസാന്നിധ്യത്തിൽ പോലീസ് അല്ലാത്ത ഒരാളോട് പ്രതി കൺഫസ് ചെയ്യുന്നതിനാണ് എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻ എന്ന് പറയുന്നത്. ദൃക്സാക്ഷികളില്ലാത്ത ഈ കേസിൽ ട്രയൽ കോടതിയും ഹൈക്കോടതിയും അത് ഒരു എവിഡൻസായിട്ട് സ്വീകരിച്ചിട്ടുള്ളതാണ്. ആ എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷനിൽ അവൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇന്ന പോലെ കുറ്റകൃത്യങ്ങൾ ചെയ്തു, എനിക്ക് ട്വൈസ് എ വീക്ക്, ഒരാഴ്ചയിൽ 1-2 പ്രാവശ്യം ഒരാണിനെ പെണ്ണിനെ ഭോഗിക്കണം, ആണായാലും ശരി പെണ്ണിനായാലും ശരി ഭോഗിക്കണം, മദ്യം കഴിക്കണം, നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കണം, ഇതാണ് അവൻ്റെ മെയിൻ ഹോബി, ഇതാണ്. അപ്പോൾ അവനെ ആ ഒരു ഹോബി ഉള്ളവനാണെന്നുള്ളത്. അപ്പോൾ ഡോക്ടറോട് അങ്ങനെ പറഞ്ഞപ്പോൾ ഡോക്ടർ സ്വാഭാവികമായിട്ടും ഡോക്ടർമാർ ഹിസ്റ്ററിയൊക്കെ ചോദിക്കും. പരിശോധനയ്ക്ക് ചെല്ലുമ്പോൾ ഏത് വിക്ടിമിനോടായാലും ശരി, പ്രതിയോടായാലും ശരി, മറ്റാരോടായാലും ശരി ഹിസ്റ്ററി ചോദിക്കില്ലേ.
അതുപോലെ ഡോക്ടറോട് ചോദിച്ചപ്പോൾ സ്വമതയ വൻ കൺഫസ് ചെയ്താണ്. അപ്പോൾ ആ കൺഫെഷൻ ഡോക്ടർ ഹിതേഷ് ശങ്കർ അതുപോലെ തന്നെ എഴുതി വെച്ചു. അതൊരു നല്ല എവിഡൻസ് ആയിട്ട് കോടതി എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷനായിട്ട് തന്നെ ട്രയൽ കോടതിയും ഹൈക്കോടതിയും സ്വീകരിക്കേണ്ടായി. അതുപോലെ തന്നെ ഡോക്ടറോട് പറഞ്ഞ ഡോക്ടർ അതുപോലെ അവൻ്റെ ഭാഷയിൽ എഴുതി വെച്ചു. നിങ്ങളുടെ സ്വപ്നത്തിലെ ആ യാത്രയ്ക്കായി ഇനി ഒരുങ്ങാം. യൂറോപ്പിന്റെ ഹൃദയഭൂമിയിലൂടെ 13 ദിവസത്തെ സഞ്ചാരം, പ്രമുഖമായ 10 രാജ്യങ്ങളിലൂടെയുള്ള യാത്ര, ഫ്രാൻസിലെ പാരീസ് എന്ന സ്വപ്ന നഗരം, ഈഫൽ ഗോപുരത്തിന് മുകളിൽ നിന്നുള്ള കാഴ്ചകൾ, ബെൽജിയത്തിലെ അറ്റോമിയവും നഗരചത്തുരങ്ങളും, നെതർലാൻഡ്സിലെ സുന്ദര ഗ്രാമങ്ങളും ടുലിപ്പ് ഗാർഡനുകളും, ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റും റൈൻ റിവർ ക്രൂസും, സ്വിസ് ആൽപ്സിലെ ഹിമപർവ്വതങ്ങൾ, അതിനു മുകളിലേക്കുള്ള കേബിൾ കാർ യാത്ര, ലിച്ചൻസ്റ്റൈൻ എന്ന ആൽപൈൻ രാജ്യം, ഓസ്ട്രിയൻ ഗ്രാമഭംഗി, സ്ലൊവേനിയയിലെ പ്രകൃതി അത്ഭുതങ്ങൾ, ഇറ്റലിയുടെ ചരിത്ര നഗരങ്ങളായ വെനീസും പിസയും ഫ്ലോറൻസും റോമും, പിന്നെ വത്തിക്കാനും അവിടുത്തെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയും. സഞ്ചാരത്തിന്റെ സൂപ്പർ ഹിറ്റായി മാറിയ ഈ യാത്രയിൽ പങ്കെടുക്കാൻ ഉടൻ തന്നെ വിളിക്കുക. ഫോൺ 75919 66600. അങ്ങനെ പരിശോധനയൊക്കെ കഴിഞ്ഞ് തിരിച്ചു കൊടുന്നു, കോടതിയിൽ ഹാജരാക്കി. പിന്നെ അടുത്ത ദിവസം 4 ദിവസത്തിന് ശേഷം ഇവനെ നമ്മൾ വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ മേടിക്കുകയാണ്. പോലീസ് കസ്റ്റഡിയിൽ എഴുതി കൊടുക്കുന്നു. തെളിവെടുപ്പിന് വേണ്ടി മേടിക്കുന്ന സമയത്ത് ഇവൻ കോടതിയിൽ പറയുന്നൊരു വാക്കുണ്ട്, സാർ എന്നെ പോലീസിന് കസ്റ്റഡി കൊടുക്കുന്നതിന് മുമ്പ് എൻ്റെ എക്സ്റേ എടുക്കണം, തിരിച്ച് ഹാജരാക്കുമ്പോഴും എൻ്റെ എക്സ്റേ എടുക്കണം. അത്രയും ബോൾഡാണ് അവൻ. അപ്പോൾ കോടതി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു വനിതാ മജിസ്ട്രേറ്റ് ആണെന്ന് തോന്നുന്നു. അവർക്ക് തന്നെ വല്ലാത്തൊരു അവസ്ഥ തോന്നി. അങ്ങനെ ആ കോടതിയിൽ അങ്ങനെ പറഞ്ഞതിന് ശേഷം നമ്മൾ കസ്റ്റഡിയിൽ മേടിക്കുകയാണ്. കസ്റ്റഡിയിൽ മേടിച്ച സമയത്ത് അതിന് മുന്നെയാണ് നമുക്ക് ഇവൻ വിൽപ്പന നടത്തിയ മൊബൈൽ മനസ്സിലാക്കുന്നത്. മൊബൈലിൻ്റെ ലൊക്കേഷൻ പിന്നീട് വരുന്നത് വയനാടാണ്. വയനാട് വരാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഇവിടുന്ന് ഈ മൊബൈൽ കൊണ്ടുപോയതിന് ശേഷം പാലക്കാടുള്ള ഇവൻ്റെ നേരത്തെ പറഞ്ഞ ഒരു ആക്രി കച്ചവടക്കാരനില്ല, ആ കൂട്ടുകാരൻ ഒന്നിച്ച് ഒരു ആൾ വന്നിച്ച്, കള്ളുടി കൂട്ടുകാരൻ തന്നെ, വേറെ മറ്റുള്ള ആക്ടിവിറ്റീസിലൊന്നുമില്ല, അവനൊന്നിച്ച് 1-2 കടകളിൽ ഈ മൊബൈൽ ഫോൺ കൊണ്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കടക്കാരൻ വന്ന് നോക്കിയിട്ട് ഇത് വേണ്ട എന്ന് പറഞ്ഞിട്ട് തിരിച്ച് കൊടുത്തിട്ട് അങ്ങനെ ടൗണിലുള്ള ഒരു മൊബൈൽ ഷോപ്പിൽ ഈ മൊബൈൽ വിൽക്കനയ്ക്ക് കൊണ്ടുപോവാണ്. അവിടെ വെച്ചിട്ട് കടക്കാരൻ പറഞ്ഞു എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ സമയത്ത് അവിടെ മൊബൈൽ നേരാക്കാൻ വന്ന തമിഴ്നാട്ടുകാരനായ മുരുകൻ എന്ന് തന്നെയാണ് എൻ്റെ ഓർമ്മ, ശരിയാണ്, മുരുകൻ തന്നെയാണ്. അയാൾ വയനാട്ടിലാണ് താമസിക്കുന്നത്. അയാൾ പറയാണ്, അയാളോട് ചോദിക്കുകയാണ് ഇയാൾ ഈ മൊബൈൽ വേണോ എന്ന് ഗോവിന്ദസ്വാമി ചോദിക്കുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞു. 500 രൂപ ഗോവിന്ദസ്വാമി പറഞ്ഞു, ഇവ 300 രൂപ പറഞ്ഞു. അങ്ങനെ 300 രൂപയ്ക്ക് മൊബൈൽ ഫോൺ മേടിക്കുകയാണ് അയാൾ, ആ തമിഴൻ. അയാളത് തമിഴ്നാട്ടിൽ കൊണ്ടുപോയിട്ട് വയനാട്ടിൽ കൊണ്ടുപോയിട്ട് വേറൊരാൾക്ക് വിൽപ്പന നടത്തുന്നു. അയാളുടെ സിമ്മും അയാളുടെ ഭാര്യയുടെ സിമ്മും പിന്നെ പുതിയൊരു സിമ്മ് മേടിച്ചിട്ട് പുതിയൊരു കണക്ഷനൊക്കെ എടുത്തിട്ട് അതിലിടുന്നു. ആ ഇടുന്നതോട് കൂടിയിട്ടാണ് ഇതിൻ്റെ ലൊക്കേഷൻ നമുക്ക് കിട്ടുന്നതും നമ്മളത് അന്വേഷിച്ച് വയനാട്ടിൽ പോയി ആ മൊബൈൽ ഫോൺ റിക്കവറി നടത്തുന്നു, എവിഡൻസിക്ക് വേണ്ടി എടുക്കുന്നത്. അപ്പോൾ ആ സാക്ഷികളൊക്കെ വളരെ ക്ലിയറായിട്ട് പറയുന്നുണ്ട് ഗോവിന്ദസ്വാമിയുടെ അടുത്ത് മേടിച്ചത്. കോടതിയിലൊക്കെ ആ സാക്ഷികൾ പറയുന്ന വാക്കുകളുണ്ട്, സാർ ഞാൻ പൊഴി സൊല്ല മാട്ടേ എന്ന് പറഞ്ഞ് കോടതിയിൽ ഇങ്ങനെ അടിച്ചിട്ടാണ് ആ തമിഴനായിട്ടുള്ള ആളുകൾ കോടതിയിൽ മൊഴി പറഞ്ഞിരുന്നത്. അപ്പോൾ അയാൾ വളരെ വ്യക്തമായിട്ട് ഇവരെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, മൊബൈൽ ഫോൺ ഞാൻ മേടിച്ചതാണ്, അയാളുടെ കയ്യിൽ നിന്ന് മേടിച്ചതാണെന്നുള്ളതൊക്കെ അങ്ങനെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ തിരിച്ച് പിന്നെ കോടതിയിൽ ഹാജരാക്കി നമ്മൾ കസ്റ്റഡി വിട്ടു. പിന്നെ അതിന് ശേഷം ഇവൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ പരേഡ് നടത്തിയിട്ടുണ്ട്. ഇവനെ കണ്ട് പരിചയപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഇവനെ കണ്ട സംഭവ സ്ഥലത്ത് വെച്ച് കണ്ടു ട്രെയിനിൽ നിന്ന് ചാടിയിട്ടുള്ള കാണുന്നുള്ള സാക്ഷികളുണ്ട് നാട്ടുകാർ. അവരെ വെച്ച് ഇവൻ്റെ ട്രെയിനിൽ ജയിലിൽ വെച്ച് ബഹുമാനപ്പെട്ട മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് പ്രകാരം CJMൻ്റെ ഉത്തരവ് പ്രകാരം അവിടെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ പരേഡ് നടത്തിയിട്ടുണ്ടായി. പിന്നെ ഈ സാക്ഷികളുടെയൊക്കെ 164 സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കേസിൽ ഞാൻ പറഞ്ഞപ്പോൾ ചിലർ ചോദിച്ചു എന്താണ് 164. ഒരു സാക്ഷികളുടെ മൊഴികൾ കോടതി നേരിട്ടെടുക്കുന്നതിനാണ് 164 സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതൊക്കെ എടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. പ്രതിയെ കോടതിയിൽ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തതിന് ശേഷം 6-ാം തീയതി 6/2/2011 ഈ പരിക്ക് പറ്റി ആശുപത്രിയിൽ അബോധാവസ്ഥയിൽ ആയിരുന്ന കുട്ടി മരണപ്പെടുന്നു. അതോടുകൂടി കേസിൻ്റെ ഗതി മാറുന്നു. കേസിന് സെക്ഷൻ 307
കൊലപാതക ശ്രമം എന്നുള്ളത് നേരെ കൊലപാതകത്തിലേക്ക് കിടക്കുന്നു. 302 ആഡ് ചെയ്യുന്നു, 376 എന്ന റേപ്പ് ആഡ് ചെയ്യുന്നു, പിന്നെ റോബറി ആഡ് ചെയ്യുന്നു. അതിനിടയ്ക്ക് മേലുദ്യോഗസ്ഥന്മാരുടെ നിർദ്ദേശപ്രകാരം ഈ കേസിൽ അന്വേഷണം, ഈ കേസിൻ്റെ സെക്ഷൻ SC/ST ആക്ട്, കുട്ടി SC/ST വിഭാഗത്തിൽ പെടുന്നതിൻ്റെ പേരിൽ SC/ST ആക്ട് കൂടി ഈ കേസിൽ ഉൾപ്പെടുത്തുന്നു. അതോടുകൂടി കേസിൻ്റെ അന്വേഷണം DYSP രാധാകൃഷ്ണൻ നായർ ഏറ്റെടുക്കുകയാണ്. അന്നത്തെ കുന്നംകുളം DYSPയുടെ ചാർജ് ഉണ്ടായിരുന്ന DYSP രാധാകൃഷ്ണൻ നായരാണ് പിന്നീട് ഈ 8-ാം തീയതിക്ക് ശേഷം ഈ കേസ് ഏറ്റെടുക്കുന്നത്. ഒരു SC/ST കേസ് പോലത്തുള്ള കേസുകൾ, അട്രോസിറ്റി കേസുകളൊക്കെ റിപ്പോർട്ടാകുമ്പോൾ അത് DYSP റാങ്കിൽ കുറയാത്ത ആളുകളെ അന്വേഷിക്കണം എന്നുള്ളതാണ് ചട്ടം. അതിൻ്റെ ബേസിൽ DYSP രാധാകൃഷ്ണൻ നായർ നേതൃത്വത്തിലുള്ള അന്വേഷണമാണ് പിന്നെ നടക്കുന്നത്. ഈ കുട്ടി 6-ാം തീയതി മരിക്കുന്നു. മരിച്ച ഉടനെ തന്നെ ഈ കേസ് സെൻസേഷനിലൊക്കെ ആയതിൻ്റെ പേരിൽ അന്ന് നമ്മുടെ രാഷ്ട്രീയത്തിലുള്ള മന്ത്രി രാധാകൃഷ്ണൻ സാറ്, അതുപോലെ തന്നെ നമ്മുടെ അന്നത്തെ മന്ത്രി രാജൻ സാറാണെന്ന് തോന്നുന്നു, ഒക്കെ കൂടി മെഡിക്കൽ കോളേജിൽ വന്നിരുന്നു. അപ്പം തന്നെ ഇൻക്വസ്റ്റ് നടത്തണമെന്നും അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ ചെയ്യണമെന്നൊക്കെ ഒരു നിർദ്ദേശങ്ങൾ എല്ലാ ഭാഗത്തുനിന്നും ആളുകളുടെ ഭാഗത്തുനിന്ന് വന്നു. കാരണം ഡിലേ വരരുത് എന്നുള്ളതാണ് അവർ ഉദ്ദേശിച്ചത്, നാട്ടുകാർ ഉദ്ദേശിച്ചതാണ്, ബന്ധുക്കൾ ഉദ്ദേശിക്കുന്നത് ഡിലേ വരരുത്, പെട്ടെന്നാവണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളല്ലേ, സെൻസേഷണലായതല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ, എൻ്റെ നാട്ടുകാരനാണ് അന്നത്തെ മന്ത്രിയായിരുന്ന രാധാകൃഷ്ണൻ സാറ്, ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ ഇതൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഗ്രാവിറ്റി കൂടിയൊരു കേസാണ്, ഇത് വിശദമായിട്ട് തന്നെ ഇൻക്വസ്റ്റും അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടമൊക്കെ ചെയ്യേണ്ടതുണ്ട്, ഹറിബറി കാര്യങ്ങൾ ഇതിന് പറ്റില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ നാട്ടുകാർ പറയുന്ന പോലെ, ബന്ധുക്കൾ പറയുന്ന പോലെ രാത്രിക്ക് രാത്രിയോ അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊന്നും ചെയ്യുന്നത് ശരിയാവില്ല, നമുക്ക് എവിഡൻസൊക്കെ കളക്ട് ചെയ്യണം, അത് കുറച്ച് നടപടിക്രമങ്ങളൊക്കെ ഉണ്ട് ഇതിന് എന്നുള്ള അവരെ ബോധ്യപ്പെടുത്തിയപ്പോൾ അവരും അതിന് സമ്മതിച്ച്. രാഷ്ട്രീയ സാർ പറഞ്ഞു, എന്നാൽ അഷ്റഫെ അങ്ങനെ ചെയ്താൽ മതി, എന്താണ് അതിൻ്റെ എവിഡൻസുകൾ, എങ്ങനെയൊക്കെ കണക്ട് ചെയ്യണം, എന്തൊക്കെ ചെയ്യണോ അതുപോലെ തന്നെ ചെയ്താൽ മതി, ഒന്നും ലാപ്സ് ഇതാവേണ്ട, മറ്റേ ഉദാസീനത കാണിക്കേണ്ട, പെട്ടെന്നും കാര്യങ്ങളൊന്നും വേണ്ട, നമുക്ക് നാളെ ചെയ്താൽ മതി. അപ്പോൾ അന്നത്തെ ദിവസം 6-ാം തീയതി തന്നെ നമ്മൾ ഇൻക്വസ്റ്റ് നടത്തി, വിശദമായ ഇൻക്വസ്റ്റ് നടത്തിയതിന് ശേഷം ബോഡി ഫ്രീസറിൽ വെച്ചു. പിറ്റേന്ന് കാലത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ഒരു ടീം ഓഫ് ഡോക്ടർമാർ പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്ന് നമ്മൾ പോലീസ് റിക്വസ്റ്റ് 102 ഫോമിൽ പറയുന്നുള്ളൂ. 102 നമ്മൾ റിക്വസ്റ്റ് കൊടുക്കും, 102 ഫോം എന്നാണ് പറയാം. അത് പ്രകാരം നമ്മൾ റിക്വസ്റ്റ് കൊടുത്തു. അതിൽ ഇന്ന എവിഡൻസുകളൊക്കെ കളക്ട് ചെയ്യണം, അതിൻ്റെ DNA വേണ്ടിയുള്ള സാധനങ്ങൾ ഇന്ന പോലെ കളക്ട് ചെയ്യണം എന്നുള്ള ഒരു നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ട് ഒരു റിക്വസ്റ്റ് കൊടുത്തു. ടീം ഓഫ് ഡോക്ടർമാർ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് പറഞ്ഞു. കൂടാതെ ഇതിന് ഈ കുട്ടി ട്രീറ്റ്മെൻറ്റിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ ഒരു റിക്വസ്റ്റ് കൊടുത്തിരുന്നു, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും, മെഡിക്കൽ കോളേജിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഒരു ടീം ഓഫ് ഡോക്ടർമാർ ഈ കുട്ടിയെ പരിശോധിക്കണം. ന്യൂറോ, ഓർത്തോ, അതുപോലെ തന്നെ ഫോറൻസിക്, അതുപോലെ തന്നെ ഗൈനക്കോളജി തുടങ്ങി എല്ലാ ടീം ഓഫ് ഡോക്ടർമാർ ഈ കുട്ടിയെ പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കണം, എവിഡൻസ് കളക്ട് ചെയ്യേണ്ടത്, കാര്യങ്ങൾ റിപ്പോർട്ട് തയ്യാറാക്കി തരണം എന്നുള്ള ഒരു റിക്വസ്റ്റും പോലീസ് മുമ്പ് കൊടുത്തിരുന്നു. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഫോറൻസിക്കിൻ്റെ ഹെഡ്, അന്നത്തെ നമ്മുടെ പ്രിയപ്പെട്ട ഷേർലി വാസു മാഡം, ഇന്ന് ആ മാഡം മരണപ്പെട്ടു പോയി. ആ മാഡത്തിന് ഞാൻ ഈ സമയത്ത് ഒരു ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വം അവരൊക്കെ കൂടിയിട്ടുള്ള ഒരു ടീം ഓഫ് ഡോക്ടർമാർ പരിശോധിച്ച് പോലീസിന് സർട്ടിഫിക്കറ്റ് തരേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു വളരെ ക്ലിയറായിട്ടുള്ള ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയറായിട്ട് എവിഡൻസ് കളക്ട് ചെയ്തിട്ട് ഉള്ള ഒരു അന്വേഷണ രീതിയാണ് ഇതിൽ അവലംബിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഈ കേസിൽ ഒരു ദൃക്സാക്ഷിയില്ല, ഈ കുട്ടിയെ ഇങ്ങനെ ഉപദ്രവിച്ചത് കണ്ടതായിട്ടൊരു ദൃക്സാക്ഷിയില്ല, ഈ കുട്ടിയും പ്രതിയും തമ്മിൽ ബന്ധമുള്ളതായിട്ടുള്ള യാതൊരു എവിഡൻസ് ഇല്ല, ഈ കുട്ടി എന്നെങ്ങനെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ടുമില്ല. കാരണം ഈ ഇൻസിഡൻ്റ് ഉണ്ടായി ആ സമയം മുതൽ മരിക്കുന്നതുവരെ ഈ കുട്ടി അൺകോൺഷ്യസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു എവിഡൻസും ഇല്ല, കുട്ടിയെ ഒരു മൊഴി പറഞ്ഞിട്ടില്ല. നമുക്കുള്ളത് ആകെ സാഹചര്യ തെളിവുകളും അതേമാതിരിക്ക് സയൻറ്റിഫിക് എവിഡൻസുകളും മാത്രമാണുള്ളത്. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ രേഖപ്പെടുത്തലും കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ കുട്ടിയുടെ ഫ്യൂണറലും കഴിഞ്ഞതിന് ശേഷം ആണ് 7-ാം തീയതി പ്രതിയെ കേസിലേക്ക് വേണ്ടി കസ്റ്റഡിയിൽ മേടിക്കുന്നത്. അങ്ങനെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ കേസിലേക്ക് പ്രതിക്ക് വേണ്ടി അഡ്വക്കേറ്റ് BA ആളൂർ എന്ന് പറഞ്ഞ ഒരു അഡ്വക്കേറ്റ് ഹാജരാകുന്നതും വടക്കാഞ്ചേരിയിൽ വെച്ചൊരു പത്രസമ്മേളനം നടത്തുന്നതും അദ്ദേഹത്തിന് ഭീഷണിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പത്രസമ്മേളനം നടത്തുന്നതൊക്കെ. അതോടുകൂടിയാണ് നമുക്ക് ഈ കേസിൻ്റെ മറ്റൊരു തലത്തിലേക്ക് വരുന്നത്. കാരണം നമ്മൾ കരുതുന്നത് ഇവന്
ഗവൺമെൻറ് വക്കീൽ മാത്രമേ ഉണ്ടാവുള്ളൂ, മറ്റാരും ഉണ്ടാവില്ല എന്നാണ് കരുതുന്നത്. അതോടുകൂടി നമ്മൾ പ്രതിയെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ, പ്രതി ആരാണ്, പ്രതിക്ക് വേണ്ടി ഇങ്ങനെ അന്യ സംസ്ഥാനത്തു നിന്നും ഒരു വക്കീൽ അല്ലെങ്കിൽ ഒരു ടീം ഓഫ് വക്കീലന്മാർ വരാനുണ്ടായ സാഹചര്യം എന്താണെന്ന് കുറിച്ച് വിശദമായ ഒരു അന്വേഷണം നടത്തി പ്രതി താമസിച്ചിരുന്ന പ്രതിയുടെ വീടും പരിസരവും വീടുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലേക്കും ഞാൻ അടങ്ങുന്ന എല്ലാ പോലീസ് ആളുകളും പോയി. ഞാനങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ ഈ പ്രതിയുടെ ഗ്രാമത്തിൽ പോയിട്ടുണ്ട്. വിരുജാതലം താലൂക്കിൽ ഐവതക്കുടി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് കുട്ടി. ഈ ഐവതക്കുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ എന്താ പറയുക, ലക്ഷം വീട് കോളനി എന്ന് പറയില്ലേ, അതാണ് ഐവതക്കുടി. അപ്പോൾ അവിടെ ഒരു ലക്ഷം വീട് പോലുള്ള ഒരു ചെറിയ വീട്ടിലാണ് ഇവൻ്റെ താമസം. ഞങ്ങളവിടെ ചെന്ന് നോക്കിയപ്പോൾ ഇവൻ്റെ അമ്മ ഇല്ല, അച്ഛനില്ല, ഒരു അനിയനുണ്ടായിരുന്നു, ഒരു കൊലപാതക ശ്രമ കേസിൽ ജയിലിലായിരുന്നു. അച്ഛനും അമ്മയൊക്കെ ഇറന്നുപോയി മരിച്ചുപോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവൻ ഗോവിന്ദച്ചാമിയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവിടുത്തെ സ്ത്രീജനങ്ങൾക്കൊക്കെ ഭയങ്കര പേടിയാണ്. ഇപ്പോൾ ഇവന് വേണ്ടിയിട്ട് വക്കീൽ വരാനുണ്ടായ സാഹചര്യം, വക്കീൽ വടക്കാഞ്ചേരി ബാറിൽ പ്രാക്ടീസ് നടത്തിയിരുന്ന ഒരു അഡ്വക്കറ്റാണ് ഈ ആളൂർ എന്ന് പറഞ്ഞത്. പിന്നീട് അവിടെ നിന്ന് പോയി പൂനെയിൽ പോയി അവിടെ അവരുടെ സഹോദരന്മാരുടെ കൂടെ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങളാണ് കേട്ടോ. അതിൻ്റെ സഹോദരൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, അവിടെ നിന്ന് അവിടെ പ്രാക്ടീസ് തുടങ്ങി. അങ്ങനെയാണ് ഇവിടെ ഈ കേസ് സെൻസേഷണലായപ്പോൾ, കേരളത്തിൽ ഇങ്ങനെ ഒരു കേസ് സെൻസേഷണലായപ്പോൾ, അതും വടക്കാഞ്ചേരി മജിസ്ട്രേറ്റ് കോടതിയുടെ ജൂറിസ്ഡിക്ഷനിൽ വരുന്നൊരു കേസായതിൻ്റെ പേരിൽ ഈ അഡ്വക്കേറ്റ് ആളൂരാൻ വന്നു. എന്നിട്ട് ജയിലിൽ പോയി ഇവനിൽ നിന്ന് ചോദിച്ചു മേടിച്ചു എന്നാണ് അന്വേഷണത്തിൽ വെളിവായത്.